السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ പോകുന്ന ഒരു സൂറത്ത്, ആ സൂറത്ത് ഓതിയാൽ ഒരു വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ശിഫയാകാൻ ആവശ്യമായ കാര്യങ്ങളും, വയറുവേദന ശിഫയാകാൻ ആവശ്യമായ കാര്യങ്ങളും, ജയിൽ മോചനം കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളും തുടങ്ങി നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ്, ചില സൂറത്തുകളും ആയത്തുകളും ഒക്കെയാണ് പറഞ്ഞു തരുന്നത്. പൂർണ്ണമായും കേൾക്കണം. അത് കേട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ചെയ്യണം. അതല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൽമാണ് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൂലി തരുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ഫത്ഹ് വളരെ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ്. 48ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് പരിശുദ്ധമായ റമളാൻ 1-ന് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം സുബഹയുടെ ബാങ്ക് കൊടുക്കുമ്പോൾ ആ സുബഹയുടെ സുന്നത്ത് നിസ്കരിക്കണം. ആ സുബഹയുടെ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് ആ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ ഫത്ഹ് ഓതിക്കൊണ്ട് നിസ്കരിച്ചാൽ അവൻ ആ അടുത്ത റമളാൻ വരെയും അവൻ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും. എല്ലാ ആപത്തിൽ നിന്നും അവന് രക്ഷയുണ്ടായിരിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ എങ്ങനെ സൂറത്തുൽ ഫത്ഹ് കാണാതെ അറിയില്ലല്ലോ, പിന്നെ അങ്ങനെ നിസ്കാരത്തിൽ ഓതുമെന്ന് വിഷമിക്കണ്ട. നമുക്ക് നിസ്കാരത്തിലും എന്ത് ചെയ്യാം? നിസ്കാരത്തിലും നമുക്ക് ഖുർആൻ കണ്ടോതാൻ പറ്റും. ഇങ്ങനെ നിസ്കാരത്തിൽ കണ്ടോതുന്നത് എങ്ങനെയാണ്? നിയ്യത്ത് ചെയ്ത് കൈകെട്ടി നിസ്കരിക്കുന്നു, ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതിയതിന് ശേഷം ഖുർആൻ നമ്മൾ തുറന്ന് അവിടെ വെച്ചിരിക്കണം, ഒരു മേശപ്പുറത്ത് എടുത്ത് വെച്ചിരിക്കണം. പെതുക്കെ തുടർച്ചയായ 3 അനക്കം അനങ്ങാത്ത രൂപത്തിൽ ആ ഖുർആൻ എടുക്കുകയും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുർആൻ കണ്ട് സൂറത്തുൽ ഫത്ഹ് ഓതാം. ഓതിയിട്ട് പെതുക്കെ ആ മേശപ്പുറത്തേക്ക് തന്നെ വെക്കുക, പിന്നെ റുക്കൂയിലേക്ക് പോവുക. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. കണ്ട് നിസ്കാരത്തിൽ കണ്ടോതുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെല്ലാവരും മനസ്സിലാക്കണം ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ആ സൂറത്തുൽ ഫത്ഹ് പരിശുദ്ധമായ റമളാൻ 1-ന് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ ഒരു വർഷം മുഴുവൻ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ എത്രയോ സഹോദരി സഹോദരന്മാരാണ് വെള്ളത്തിൽ വീണ് മരണപ്പെടുന്നത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെ മരണപ്പെട്ടവരുണ്ടാകാം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, സ്വർഗം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കേട്ടല്ലോ ഒരു ബോട്ടപകടം. ആ ബോട്ടപകടത്തിൽ എത്രയോ ജനങ്ങളാണ്, ഒരു കുടുംബത്തിൽ തന്നെ എത്രയോ പേരാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു അവർക്കെല്ലാം ഷഹീദിൻ്റെ കൂലി നൽകുമാറാകട്ടെ. അവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഈ സമയത്ത് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ വെള്ളത്തിൽ വീണ് മരണപ്പെടാതിരിക്കാൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല, മുങ്ങിമരണം ഉണ്ടാവുകയില്ല. അതിന് മഹാന്മാർ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ റമളാൻ മുഴുവൻ ഓരോ ദിവസവും, പരിശുദ്ധമായ റമളാൻ എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് 3 പ്രാവശ്യം വീതം ഓതിയാൽ, 3 പ്രാവശ്യം വീതം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അവൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയില്ല എന്ന് മാത്രമല്ല, ധാരാളം സന്തോഷങ്ങൾ അത് കാരണമായി അവന് ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ചുരുക്കിയാണ് പറയുന്നത്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് അടുത്ത വേറുള്ള മറ്റ് ക്ലാസ്സുകളിൽ ഇനിയും പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും സൂറത്തുകളുടെയും ഒക്കെ പ്രത്യേകത ഇനിയും നമുക്ക് പഠിക്കാം. അതാ സൂറത്തുൽ ഫത്ഹ് എല്ലാവിധ സന്തോഷങ്ങളും നമുക്ക് ലഭിക്കാൻ ഉപകരിക്കുന്ന സൂറത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്ത് നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ, നമ്മുടെ പേഴ്സിൽ എഴുതി സൂക്ഷിച്ചാൽ, നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം, അങ്ങനെ എഴുതി പേഴ്സിൽ സൂക്ഷിച്ചാൽ അവന് ധാരാളം സന്തോഷങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹിനെ ധാരാളമായി ഓതുന്നവർ, അല്ലെങ്കിൽ ഈ സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്തും പ്രത്യേകിച്ച് ധാരാളമായി ഓതുന്നവർ, അവർക്ക് അവരുടെ ദുആ അല്ലാഹ് സ്വീകരിക്കുന്നതാണ്, അവരുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ബൂനി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഇമാം ബൂനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹിലെ 29ാമത്തെ ആയത്ത്, ആ ആയത്തിൽ ഈ ആയത്തിനെയും ഇതിൽ അടങ്ങിയിരിക്കുന്ന
തിരുനാമങ്ങളെയുമൊക്കെ എഴുതി വെച്ചാൽ പല അത്ഭുതങ്ങളും അവന് കാണാം. അപ്പോൾ സൂറത്തുൽ ഫത്തിഹയിലെ 29-ാമത്തെ ആയത്ത് നമ്മൾ എഴുതി സൂക്ഷിച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാനായ ഇമാം ബൂനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്തിഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്താണ്. സൂറത്തുൽ ഹുജറാത്തിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇത് ഗർഭിണികളായ സഹോദരങ്ങൾക്ക് കാവലാണ്. ഗർഭിണികളായ സഹോദരങ്ങൾക്ക് ഈ സൂറത്തുൽ ഹുജറാത്തിനെ പിഞ്ഞാണം എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കാൻ കൊടുത്താൽ ആ സഹോദരിക്കും ആ ഗർഭിണിയായ സഹോദരിക്കും അവരുടെ വയറ്റിലുള്ള കുഞ്ഞിനും നല്ല കാവലുണ്ടാകും, ആപത്തുകൾ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രസവിച്ച ഒരുപാട് സഹോദരിമാർ മുലപ്പാൽ കുഞ്ഞിന് പാല് കൊടുക്കാനില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. പാലില്ലാത്തതിൻ്റെ പേരിൽ ലാക്ടോജനൊക്കെ വാങ്ങി കലക്കി കൊടുക്കുന്നവരുണ്ട്. അതിനുള്ള പൊടികളൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങി കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കേടാണ്. എന്നാൽ ഉമ്മയുടെ മുലപ്പാലാണ് ഏറ്റവും വലിയ പ്രതിരോധ ശേഷിയും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ആഹാരവും അതാണ്. എന്നാൽ അങ്ങനെ മുലപ്പാൽ ഇല്ലാത്ത സഹോദരിമാർ എന്തു ചെയ്യണം? സൂറത്തുൽ ഹുജറാത്തിനെ പിഞ്ഞാണം എഴുതിയിട്ട് ആ സഹോദരിമാർക്ക് അത് മായ്ച്ചു കുടിക്കാൻ കൊടുത്താൽ അവർക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ സൂറത്തുൽ ഹുജറാത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ഖാഫ്. സൂറത്തുൽ ഖാഫ് ആണ് അടുത്ത സൂറത്ത്. ആ സൂറത്തുൽ ഖാഫ് 50-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് എഴുതി മഴവെള്ളത്തിൽ മായ്ച്ച് കുടിച്ചാൽ വയറുവേദന മാറുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ വയറുവേദന മാറാൻ സൂറത്തുൽ ഖാഫ് പിഞ്ഞാണം എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് മായ്ച്ചെടുക്കണം. മഴവെള്ളം നല്ല സൂക്ഷ്മതയോടെ നമ്മൾ എടുക്കണം. അത് മുറ്റത്ത് കൊണ്ടുപോയി പാത്രം വെച്ചിനെടുക്കരുത്, അഴുക്കൊക്കെ തെറിച്ച് വീഴും. ഒരു ഉയർന്ന സ്ഥലത്ത് ഒരു പാത്രം വെച്ച് വേണം മഴവെള്ളം ശേഖരിക്കാൻ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഴവെള്ളം ശേഖരിച്ച് ആ മഴവെള്ളം കൊണ്ട് പിഞ്ഞാണം എഴുതിയിട്ട് ആ പിഞ്ഞാണം മായ്ച്ചു കുടിച്ചാൽ വയറുവേദന മാറുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾ നമുക്കുണ്ട്, അതൊക്കെ നമുക്ക് ഇത് ഖുർആൻ കൊണ്ട് പരിഹരിക്കാം. നോക്കൂ, ചെറിയ കുഞ്ഞുങ്ങൾ, പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങൾ, അവർ വളർന്നു വരുമ്പോൾ അവർക്ക് പല്ല് മുളച്ച് വരുന്ന ഒരു പ്രായമുണ്ടല്ലോ. 2 വയസ്സ് കഴിയുമ്പോഴേക്ക് പല്ല് മുളച്ച് വരും. ആ 2 വയസ്സ് വരെ അള്ളാഹ് പല്ല് അങ്ങനെ മുളപ്പിക്കൂല. കാരണം കുഞ്ഞിന് പാല് കുടിക്കണ്ടേ. പാല് കുടിക്കുമ്പോൾ ഉമ്മയെ കടിക്കും. അള്ളാഹ് അതുവരെ ആ കുഞ്ഞിന് പല്ല് കൊടുക്കുകയില്ല. അങ്ങനെ പല്ല് കിളിർത്ത് വരേണ്ട സമയമായിട്ടും പല്ല് കിളിർത്ത് വരാത്ത കുഞ്ഞുങ്ങൾക്ക് പരിഹാരമായി മഹാന്മാർ പഠിപ്പിക്കുന്നു സൂറത്തുൽ ഖാഫ് എഴുതിയിട്ട് സൂറത്തുൽ ഖാഫ് പിഞ്ഞാണം എഴുതിയിട്ട് അത് വെള്ളം കൊണ്ട് മായ്ച്ച് ആ കുഞ്ഞിന് കുറേശ്ശെ കുടിക്കാൻ കൊടുത്താൽ, ഒന്നാട്ടം കുടിപ്പിക്കരുത്, അല്പം കുടിക്കാൻ കൊടുത്താൽ ആ പല്ല് കിളിർത്ത് വരുന്നതാണ്. കുഞ്ഞിന് പല്ല് വരുന്നതാണ്. അപ്പം പല്ല് വരേണ്ട പ്രായമായിട്ടും വന്നില്ലെങ്കിലാണ് ഇത് കൊടുക്കേണ്ടത്. അല്ലാതെ പൊടിക്കുഞ്ഞിന് കൊണ്ട് ഈ പല്ല് കളിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാടില്ല. ആ പല്ല് കിളിർത്ത് വരേണ്ട സമയമായിട്ടും കിളിർത്ത് വരാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് പല്ല് മുളച്ച് വരാൻ ഇത് ഉപകരിക്കും. എന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഖാഫ് പിഞ്ഞാണം എഴുതി മായ്ച്ച് അല്പാൽപമായി കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തൊട്ടടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഖാഫ് കഴിഞ്ഞാൽ സൂറത്തു ദാരിയാത്താണ്. സൂറത്തു ദാരിയാത്ത് അതാ മഹാന്മാർ പഠിപ്പിക്കുന്നു, അസുഖങ്ങൾ വേഗത്തിൽ ശിഫയാകാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിനെ ധാരാളമായി ഓതിയാൽ രോഗങ്ങൾ പെട്ടെന്ന് സുഖപ്പെടുന്നതാണ്. എന്ത് രോഗമാണെങ്കിലും അത് പെട്ടെന്ന് സുഖമാകാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു ദാരിയാത്ത്. ഇനി നോക്കൂ, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന സഹോദരന്മാരുണ്ട്. അവർ ചെയ്യേണ്ടത് എന്താണ്? സൂറത്തു ദാരിയാത്തിലെ 47, 48, 49 എന്നീ വചനങ്ങൾ, എന്നീ ആയത്തുകൾ ധാരാളമായി അവർ ഓതുക. എന്നാൽ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അത് സഹോദരിമാരും ചെയ്യണം, ഭാര്യയും ചെയ്യണം, ഭർത്താവും ചെയ്യണം. അപ്പം ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുക? സൂറത്തു ദാരിയാത്തിലെ 47, 48, 49 ആയത്തുകൾ ധാരാളമായി പാരായണം ചെയ്ത് ദുആരക്കുക. അതുപോലെ മറ്റൊന്ന് ഞാൻ ചുരുക്കി പറയട്ടെ, സുഖപ്രസവത്തിന് സൂറത്തു ദാരിയാത്ത് എന്ത് ചെയ്യണം? ഇത് ഗർഭിണികളായ സഹോദരിമാർക്ക് നമ്മൾ എഴുതി കെട്ടിയാൽ, അതൊരു വെള്ളപ്പേപ്പറിൽ നല്ലതുപോലെ എഴുതിയിട്ട് ആ സൂറത്ത് എഴുതിയിട്ട് കൂടിനകത്താക്കി ആ സഹോദരിമാരെ അത് ശരീരത്തിൽ കെട്ടിയാൽ അവർക്ക് സുഖപ്രസവം നടക്കുന്നതാണ്. അപ്പോൾ ഗർഭിണികളായ സഹോദരിമാർ ഈ സൂറത്തു ദാരിയാത്തിനെ എഴുതിയിട്ട്, അത് പ്രത്യേകിച്ച് എഴുതാൻ അറിയുന്നവരെ കൊണ്ട്, ഇജാസത്തുള്ളവരെ കൊണ്ട്, നല്ലതുപോലെ അറിയുന്നവരെ കൊണ്ട് എഴുതിക്കുന്നതാണ് നല്ലത്. അത് എഴുതിയിട്ട് കൂടിനകത്താക്കി എന്ത് ചെയ്യുക?
ശരീരത്തിൽ കെട്ടുക, എന്നാൽ സുഖപ്രസവം ഉണ്ടാവും. അതുപോലെ പിഞ്ഞാണം എഴുതിയിട്ട് മായ്ച്ചു കുടിക്കുകയും ചെയ്യാം. പിഞ്ഞാണം എഴുതി കുടിക്കേണ്ടത് എപ്പോഴാണ്? അത് അവസാനം പ്രസവത്തിൻ്റെ ഏകദേശം ഡേറ്റ് എടുക്കാറാകുമ്പോഴേ പിഞ്ഞാണം എഴുതി കുടിക്കാവൂ കേട്ടോ. പിഞ്ഞാണം എഴുതി കുടിക്കുന്നത് അപ്പോഴാണ്. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ എഴുതി കെട്ടുന്നത് നേരത്തെ കെട്ടാം, കുഴപ്പമില്ല. ശരീരത്തിൽ എഴുതി കെട്ടുന്ന നേരത്തെ തന്നെ കെട്ടാം. പിഞ്ഞാണം എഴുതി കുടിക്കുന്നത് ആ പ്രസവത്തിൻ്റെ ഏകദേശം സമയമാകുമ്പോഴേ കുടിക്കാൻ പാടുള്ളൂ. മറ്റൊന്നാണ് സൂറത്തു ദാരിയാത്ത് കഴിഞ്ഞാൽ സൂറത്തു തൂർ. സൂറത്തു തൂറാണ് 52ാമത്തെ സൂറത്താണ്. അത് ജയിൽ മോചനത്തിന് ഈ സൂറത്ത് ധാരാളമായി ഓതിയാൽ ജയിൽ മോചിതനാകും. ജയിലിൽ കിടക്കുമ്പോൾ ഈ സൂറത്ത് ധാരാളമായി ഓതും. അതെങ്ങനെ ഓതും? ഇവിടെ ഖുർആൻ കിട്ടുമോ? ഖുർആൻ കിട്ടും. ജയിലിൽ നമ്മൾ ഖുർആൻ ഓതാൻ വേണമെന്ന് പറഞ്ഞാൽ അത് എത്തിച്ചു തരും. അപ്പോൾ ആ സൂറത്ത് തൂർ എന്ത് ചെയ്യുക? ധാരാളമായി നമ്മൾ ആ ജയിൽ മോചിതനാകാൻ വേണ്ടി ഓതിയാൽ, ഇനി ജയിലിൽ കിടക്കുന്നവൻ ഓതാറിയില്ലെങ്കിൽ വീട്ടിലുള്ളവർ ഓതി ദ്വാരുന്നാലും മതി. ഉമ്മയും ബാപ്പയും ഭർത്താവാണെങ്കിൽ ജയിലിൽ കിടക്കുന്നെങ്കിൽ ഭാര്യ ഓതുക. അങ്ങനെ ജയിലിൽ കിടക്കുന്നവർക്കും ഓതാം, വീട്ടിൽ അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്കും ഓതി ദുആരക്കാം. ഏത്? സൂറത്ത് തൂർ ധാരാളമായി ഓതിയിട്ട് ജയിൽ മോചനത്തിന് വേണ്ടി ദുആരക്കുക. ജയിൽ മോചിതനാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. സമയം വൈകുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതലായി നീട്ടി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി ചുരുക്കി മാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ക്ലാസ് നീണ്ടുപോയാൽ നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നോക്കൂ, ഈ സൂറത്ത് തൂർ തേളിനെ കൊല്ലാൻ ഉപകരിക്കുന്ന സൂറത്താണ്. ഈ സൂറത്തിനെ എഴുതി കലക്കി തേളിൻ്റെ മേൽ തളിച്ചാൽ അത് ചത്തുപോകും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് തെളിനെ കാണുമ്പോൾ ഇത് എഴുതാൻ പോകാൻ പറ്റുമോ? അല്ല, എഴുതി അങ്ങനെ വെച്ചിരിപ്പോൾ ഉണ്ടെങ്കിൽ സൂറത്ത് തൂർ പിഞ്ഞാണം എഴുതിയിട്ട് അത് മായ്ച്ച് നമ്മൾ കാണാൻ സൂക്ഷിച്ച് വെച്ചപ്പോൾ ഉണ്ടെങ്കിൽ അതിന് അല്പമെടുത്ത് ഇതിൻ്റെ പവർ പറയുകയാണ്. ആ വെള്ളം അല്പമെടുത്ത് തേളിൻ്റെ പുറത്തേക്ക് തളിച്ചാൽ അപ്പം തന്നെ അത് ചത്തുപോകും. അത്രയ്ക്ക് പവറാണ് സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആൻ. നോക്കൂ, അപ്പോൾ ആ സൂറത്ത് തൂർ എഴുതി പിഞ്ഞാണം എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായച്ച് സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം അല്പമെടുത്ത് തേളിൻ്റെ പുറത്തേക്ക് തളിച്ചാൽ തേള് ചത്തുപോകും. അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ അതിൻ്റെ ഒരു പവർ പറഞ്ഞതേ ഉള്ളൂ. നോക്കൂ, സൂറത്തുൻ നജ്മ്, അടുത്ത സൂറത്തുൻ നജ്മാണ്. 53ാമത്തെ സൂറത്തുൻ നജ്മാണ്. ആ സൂറത്തുൻ നജ്മിനെ നമ്മൾ ധാരാളമായി ഓതിയാൽ നമുക്ക് നല്ല മതിപ്പുണ്ടാകും. ജനങ്ങൾക്കിടയിൽ, കുടുംബത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, നമ്മൾ ബിസിനസ് ചെയ്യുന്ന മേഖലയിൽ എല്ലാം നമുക്ക് മതിപ്പുണ്ടാകും. ഒരു മതിപ്പ് നല്ലതാണ്. കിബർ വരാൻ പാടില്ല എന്നേ ഉള്ളൂ, പൊങ്ങച്ചം വരാൻ പാടില്ല എന്നേ ഉള്ളൂ. മതിപ്പ് നല്ലതാണ്. മതിപ്പ് വേണമെങ്കിലേ മുന്നോട്ടുള്ള വിജയം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് യൂസുഫ് അലിക്ക് ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ശപിച്ച് ഒരു മതിപ്പുമില്ലാതെ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാൽ അയാൾ താഴോട്ട് പോവുകയുള്ളൂ. മതിപ്പ് വേണം. ജനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്നത് കൊണ്ട് നമുക്ക് കിബറുണ്ടാകാൻ പാടില്ല, പൊങ്ങച്ചമുണ്ടാകാൻ പാടില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ മതിപ്പുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം മതിപ്പുണ്ടാകാൻ സൂറത്തുൻ നജ്മ് ധാരാളമായി പാരായണം ചെയ്താൽ അവന് മതിപ്പുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. നോക്കൂ, തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ ഖമർ. ഈ സൂറത്തിനെ ഓതുന്നവന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കും. അതുപോലെ തന്നെ ഇതിനെ ഓതിയിട്ട് ഏത് കട്ടിയുള്ള പണി ചെയ്താലും, ഏത് കഠിനമായ പണി ചെയ്താലും, എത്ര കഠിനമായ പണി തുടങ്ങിയാലും അത് വേഗത്തിൽ പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ ഓതിയിട്ട് കഠിനമായൊരു പണിയാണ്, നമുക്ക് തന്നെ അറിയാം. കട്ടിപ്പണിയാണ്, ബുദ്ധിമുട്ടുള്ള പണിയാണ്, നമുക്ക് തന്നെ അറിയാം. അങ്ങനത്തെ ഒരു പണി നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ സൂറത്തുൽ ഖമർ ഓതി ദുആ എന്നിട്ട് ഇറങ്ങിയാൽ എത്ര കഠിന പണിയാണെങ്കിലും, കട്ടിയുള്ള പണിയാണെങ്കിലും അത് നമുക്ക് എളുപ്പമായി മാറുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ ഈ പഠിച്ച ഇൽമ് അത് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈ ലോകത്ത് വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ ബാധിച്ച പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊരു സഹോദരൻ ക്യാൻസർ ബാധിച്ച വാപ്പയ്ക്ക് വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹു പരിപൂർണമായ ശിഫ കൊടുക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരന്മാർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദുആരക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.